കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ ഇടപെടലിനെ തുടർന്ന് ഡെലിവറി പ്ലാറ്റ്ഫോമുകളായ ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, സൊമാറ്റോ, സ്വിഗ്ഗി എന്നിവ അവരുടെ അപേക്ഷകളിൽ നിന്ന് 10 മിനിറ്റ് ഡെലിവറി സംവിധാനം നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായി അറിയിച്ചു. അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി 10 മിനിറ്റിനുള്ളിൽ സാധനങ്ങളുടെ ഡെലിവറി അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഡിസംബർ 30-ന് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തിയത്. വിജയ് നായകനായ തമിഴ് ചിത്രമായ ജനനായകൻ എന്ന ചിത്രത്തിന് CBFC ക്ലിയറൻസ് നൽകാനുള്ള സിംഗിൾ ജഡ്ജി നിർദ്ദേശം സ്റ്റേ ചെയ്ത മദ്രാസ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ ചിത്രത്തിന്റെ നിർമ്മാതാവ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ജനുവരി 19-ന് പരിഗണിക്കും. സുപ്രീംകോടതിയുടെ കോസ്റ്റ് ലിസ്റ്റ് പ്രകാരം കേസ് ജനുവരി 19-ന് വാദം കേൾക്കാൻ സാധ്യതയുണ്ട്. ഷാങ്സാങ് താഴ്വരയെ സംബന്ധിച്ച് പാകിസ്ഥാനും ചൈനയും തമ്മിൽ 1963-ൽ ഒപ്പുവെച്ച കരാർ നിയമവിരുദ്ധമാണെന്ന് ഇന്ത്യ കരുതുന്നു. താഴ്വരയിലെ ഒരു പ്രവർത്തനത്തെയും ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സ്ഥിതി സുസ്ഥിരമാണെങ്കിലും നിരന്തരമായ ജാഗ്രത ആവശ്യമാണെന്ന് കരസേനാ മേധാവി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനോട് രാജ്യത്തിന്റെ T20 ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം പുനഃപരിശോധിക്കാൻ ICC അഭ്യർത്ഥിച്ചു. എന്നാൽ സുരക്ഷാ ആശങ്കകൾ ആവർത്തിച്ച് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പിന്മാറാൻ വിസമ്മതിച്ചു. ICCയുടെ അഭ്യർത്ഥന അംഗീകരിക്കാൻ വിമുഖത കാണിച്ചിട്ടും ബോർഡിന്റെ നിലപാട് മാറ്റമില്ലാതെ തുടരുമെന്നും ഇരു കക്ഷികളും സാധ്യമായ പരിഹാരങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നത് തുടരുമെന്നും BCB പ്രസ്താവനയിൽ പറഞ്ഞു.